ഇന്നത്തെ മാത്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. 9ലെ ന്യൂ നമ്പേഴ്സ് എന്ന അധ്യായത്തിലെ പേജ് നമ്പർ 52 52ാമത്തെ പേജിൽ 3ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദി പെരിമീറ്റർ ഓഫ് ദി ട്രയാങ്കിൾ given below. താഴെ ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. We require to find out its perimeter. There are two angles are given. One angle is 30 here. This angle is 30 and this angle is 105 and this length is 2 meter. This length is 2 meter. Find the perimeter of this triangle. And we know perimeter means sum of the length of the sides or some length of the outer boundary. So, E length plus E length plus E length. അതാണ് എന്തെന്ന് പറയുന്നത് പെരിമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഈ മൂന്ന് വശങ്ങളുടെ നീളങ്ങളുടെ തുകയാണ്. അപ്പൊ ഒരു വശമേ അറിയാവുള്ളൂ, മറ്റ് രണ്ട് സൈഡ്സ് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഈ ലെങ്ത് എ സിയും വേണം, ഈ ലെങ്ത് ബി സിയും വേണം. ഈ രണ്ട് ലെങ്തും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ പെരിമീറ്റർ കിട്ടും. കാരണം പെരിമീറ്റർ ഈസ് എ ബി പ്ലസ് ബി സി പ്ലസ് എ സി, അങ്ങനെയാണ് വരേണ്ടത്. അപ്പൊ ബി സി കണ്ടുപിടിക്കണം, എ സി കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ ഒരു ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ ആണിത്. ഒരു സൈഡ് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോ ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് ഈ ലെങ്തും കണ്ടുപിടിക്കണം എങ്ങനെയാണെന്നുള്ളതെന്ന് ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിളിന്റെ ലെങ്ത് ഓഫ് സൈഡ്സ് കാണാനൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ പഠിച്ച ചില കാര്യങ്ങൾ ഇവിടെ പ്രയോഗിക്കാൻ പറ്റും. ഏതൊക്കെയത്? ഒന്നാമത്തെ കാര്യം, ഇങ്ങനെ ഒരു ട്രയാങ്കിളിനെ പറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഏതായിരുന്നു? 90 ഡിഗ്രി വരുമ്പോ ഇത് 60യും ഇത് 30യുമാണ് എങ്കിൽ 30, 60, 90 ആംഗിൾസ് ഉള്ള ട്രയാങ്കിളിന്റെ സൈഡ്സ് 1:√3:2 ആണ്. If the angles of a right triangle are 30, 60, 90, then the sides are in the ratio 1:√3:2. അതായത് 30യുടെ ഓപ്പോസിറ്റ് എക്സ് എന്നെടുത്താൽ 60യുടെ ഓപ്പോസിറ്റ് √3x, 90യുടെ ഓപ്പോസിറ്റ് 2x ആയിരിക്കും. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വേറെ ഒരു പ്രോപ്പർട്ടി കൂടി പഠിച്ചിട്ടുണ്ട്. ഏതാണ്? ഒരു ഐസോസെലസ് റൈറ്റ് ട്രയാങ്കിൾ, അതായത് 45 ഡിഗ്രി ആംഗിൾ ആണ് എങ്കിൽ 1:1:√2, അതായത് ബേസിന്റെ √2 ടൈംസ് ആയിരിക്കും ഹൈപ്പോട്ടന്യൂസ്. ബേസ് വോൾട്ടിറ്റ്യൂഡ് ഈക്വൽ ആയിരിക്കും. ഈ രണ്ട് പ്രോപ്പർട്ടി അറിയാമെങ്കിൽ നമുക്ക് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാം. അപ്പൊ ഈ രണ്ട് പ്രോപ്പർട്ടി ഉപയോഗിച്ച് ഇത് എങ്ങനെ കണ്ടുപിടിക്കും നമുക്ക് നോക്കാം. അപ്പൊ നോക്കിക്കേ, ഇവിടെ തന്നിരിക്കുന്ന ആംഗിൾ ഒരു 30 തന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാൻ പോവാണോ? അതെ, ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാൻ പോകും. ഡ്രോ പെർപെൻഡിക്കുലർ ഫ്രം ബി ടു എ സി. അപ്പൊ ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലർ ലൈൻ ഇങ്ങനെ വരയ്ക്കുന്നു. 90 ഡിഗ്രി വരത്തക്ക രീതിയിൽ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കും. ഇതിന് ഞാൻ പി പി എന്ന് പേര് കൊടുത്തു. സോ ഡ്രോ ബി പി പെർപെൻഡിക്കുലർ ടു എ സി. അപ്പൊ ഇതെന്ത് ട്രയാങ്കിൾ ആയി? റൈറ്റ് ട്രയാങ്കിൾ ആയി. അതിൽ ഇത് 30 ആണ്. അപ്പൊ ബാക്കി എത്രയുണ്ട്? കാരണം ഏത് റൈറ്റ് ട്രയാങ്കിൾ എടുത്താലും സം ഓഫ് ദി അക്യൂട്ട് ആംഗിൾസ് 90 ഡിഗ്രി ആണ്. ഇത് 30 ആണ്. അപ്പൊ ഇത് എത്ര വരണം? ആംഗിൾ എ ബി പി എന്ന് പറയുന്നത് 90 മൈനസ് 30 ദാറ്റ് ഈസ് 60. അപ്പൊ ഇത് എത്ര കിട്ടി? 60 എന്ന് കിട്ടി. അപ്പൊ ഇത് 305 ആണ്. ഇത്രയും. അപ്പൊ ഇതിൽ ഇത് മാത്രം 60 ആണ്. ബാക്കി എത്രയുണ്ട്? ആംഗിൾ പി ബി സി. ആംഗിൾ പി ബി സി എന്ത് വരും? പി ബി സി എന്ന് പറയുന്ന ഈ ആംഗിള് ഇത് 105 ആണ് മൊത്തം. അതിൽ നിന്ന് 60 പോകണം. 105 മൈനസ് 60 ദാറ്റ് ഈസ് 45. അപ്പൊ ഇത് എത്ര കിട്ടി? 45 ആയി. ഈ ആംഗിൾ 45ഉം ഇത് 60യുമായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യപ്പെടും. അപ്പൊ 105 ഈസ് ഡിവൈഡഡ് ഇൻറ്റു 60 ഡിഗ്രി ആൻഡ് 45 ഡിഗ്രി. ഇത് 90 ആണ് നമുക്കറിയാം. 45 ഡിഗ്രി ആയ പിന്നെ ബാലൻസ് എത്രയുണ്ട്? അപ്പൊ അത് എഴുതാം. therefore angle C is equal to 45 because 45 degree angle ഉള്ള right triangle it is an isosceles right triangle. So
BPC is an isosceles right triangle and BAP is a right triangle with angles 30, 60 and 90. So നമുക്ക് ആൻസർ നീ കണ്ടുപിടിക്കാലോ. ഇവിടെ ഈ ട്രയാങ്കിൾ എടുത്തു കഴിയുമ്പോ ഇത് 2 ആണ്, അതിന്റെ മറ്റു രണ്ട് സൈഡ്സ് കണ്ടുപിടിക്കാം. അപ്പൊ നമ്മൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം? Better we start. The sides opposed to 30 degree angle is taken as x. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. Let BP equal to x. BP equal to x. Let the length BP equal to x. 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് x എന്ന് എടുക്കുക. 30ക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് x എടുത്താൽ 60ക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡോ AP എന്ത് കിട്ടും? 60ക്ക് ഓപ്പോസിറ്റ് സൈഡ് 30ക്ക് ഓപ്പോസിറ്റ് x ആണെങ്കിൽ 60ക്ക് ഓപ്പോസിറ്റ് √3x ആയിരിക്കും. സോ √3x. 90ക്ക് ഓപ്പോസിറ്റ് ഉള്ളതോ AB എന്ന് പറയുന്നത് 2x ആയിരിക്കും. അപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്താണ്? 30, 60, 90 ആംഗിൾസ് ഉള്ള ട്രയാങ്കിൾ ആണ്. 30യുടെ ഓപ്പോസിറ്റ് x എടുത്തു, 60യുടെ ഓപ്പോസിറ്റ് √3x, 90യുടെ ഓപ്പോസിറ്റ് 2x. അത് ഈ സൈഡ് അറിയാം. 2x എന്ന് പറയുന്നത് ഇത് 2x എടുത്താൽ 2x 2 ആണെന്നറിയാം. Here 2x equal to 2. Here 2x is equal to 2 because it is given. See 90യുടെ ഓപ്പോസിറ്റ് 2 ആണെന്നറിയാം. So x is equal to 2 by 2, that is 1. x 1 ആയപ്പോ AP എന്ത് കിട്ടി? BP is equal to 1 ആയി. BP is equal to 1 meter. x എന്ന് പറയുന്നത് BP ആണ്. AP എന്ന് പറയുന്നതോ √3x ആണ്. അപ്പൊ √3 into 1, √3 into 1, that is √3. So ഏതൊക്കെ ലെങ്ത് കിട്ടി? AB കിട്ടിയപ്പോ BP കിട്ടി, AP കിട്ടി. ഇത് x എന്ന് എടുത്തപ്പോൾ ഇത് √3x. അപ്പോ AP √3 എന്ന് കിട്ടി. ഇനി നമുക്ക് അടുത്ത ട്രയാങ്കിളിലേക്ക് പോകാം. ഈ ട്രയാങ്കിൾ നമുക്ക് PCയും വേണം, BCയും കിട്ടിയാ പോരെ. അപ്പോ ഇവിടെ 45, 45, 90 ആണ്. അപ്പൊ ഇവിടെ ഇതൊരു ഐസോസെലസ് റൈറ്റ് ട്രയാങ്കിൾ ആണ്. 45 ഡിഗ്രി ആംഗിൾ ഉള്ള റൈറ്റ് ട്രയാങ്കിൾ ഐസോസെലസ് ആണ്. ബേസും വോൾട്ടിറ്റ്യൂഡും ഈക്വൽ ആയിരിക്കും. Therefore BP is same as PC. അപ്പൊ അത് എഴുതി വയ്ക്കുക. എന്തെന്ന് എഴുതണം? In triangle BPC അല്ലെങ്കിൽ BCP, it is an isosceles right triangle. So BP equal to PC. BP equal to PC because isosceles 45 ഡിഗ്രി ആംഗിൾ ഉള്ള റൈറ്റ് ട്രയാങ്കിൾ ഒക്കെ ഐസോസെലസ് റൈറ്റ് ട്രയാങ്കിൾ ആണ്. കാരണം ഇത് 45 ആകുമ്പോൾ ഇത് 45 വരും. 45 + 45 90, 90 + 90 180. അപ്പൊ ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആണ്. ഇത് നമ്മൾ x എടുത്തപ്പോ ഇത് എന്താണ്? x ആണ്. അല്ലെങ്കിൽ ഇത് x എത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോ which is equal to x, which is equal to x. Okay, and x we have already found out 1. അപ്പോ ഇത് 1, ഇതും 1. അപ്പോ PC is equal to 1 എന്ന് കിട്ടി. Therefore PC is equal to 1 meter. Also BC is the hypotenuse of that isosceles right triangle. BC എന്ന് പറയുന്നത് അല്ലെ ബേസിന്റെ അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡിന്റെ √2 ടൈംസ് ആയിരിക്കും ഹൈപ്പോട്ടന്യൂസ്. കാരണം ഏത് ഐസോസെലസ് റൈറ്റ് ട്രയാങ്കിൾ എടുത്താലും, ഇങ്ങനെ ഒരു ഐസോസെലസ് റൈറ്റ് ട്രയാങ്കിൾ എടുത്താൽ ഇത് 90, ഇത് 1, ഇത് 1 ആണെങ്കിൽ ഇത് എത്രയായിരിക്കണം? √2 ആയിരിക്കണം. അപ്പോ √2x, that is √2 into 1, that is √2 meter. അപ്പോ നമുക്ക് എന്തൊക്കെ കിട്ടി? ഇത് √2 മീറ്റർ, ഇത് 2 മീറ്റർ, ഇത് √3 മീറ്റർ, ഇത് 1 മീറ്റർ. ഇനി എന്ത് ചെയ്താൽ മതി? Take the perimeter. Adding these 3 sides, we get the perimeter. അതൊന്ന് എടുത്തെഴുതാം. Therefore എന്തൊക്കെ കിട്ടി? In triangle ABC we got AB equal to 2 meter, BC is equal to √2 meter, and AC is equal to AC എന്ന് പറഞ്ഞാൽ AP plus PC ആണ്. AP എത്രയായിരുന്നു? √3 ആയിരുന്നു. BC എത്രയായിരുന്നു? 1 ആയിരുന്നു. അപ്പൊ √3 + 1, ഇത്രയും √3 മീറ്ററും ഇത് 1 മീറ്ററും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്.
അപ്പൊ ഈ √3 മീറ്ററും 1 മീറ്ററും കൂടി √3 + 1 എന്ന് പറയുന്നതാണ് AC. ABC and AB are now we have AB equal to 2 meter, BC equal to √2 meter, AC equal to √3 + 1. Therefore perimeter of triangle ABC. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? perimeter is equal to എന്ത് എഴുതാം? AB plus BC plus AC. AB എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 plus BC എന്ന് പറഞ്ഞാൽ എത്രയാണ്? √2 plus AC എന്ന് പറഞ്ഞാൽ എത്രയാണ്? √3 + 1. സോ ഇത് എന്ത് കിട്ടും? 2 + 1. ഇത് നമുക്ക് ആഡ് ചെയ്യാം. 2 + 1 is 3 plus √2 √3. അതിന്റെ അപ്രോക്സിമേറ്റ് വാല്യൂസ്, ദി അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് √2 and √3 ക്യാൻ ബി ഗിവൺ. അത് √2ന്റെ 1.41 ആണ്. 414 എന്ന് എഴുതിക്കോളൂ. പ്ലസ് √3യുടെ 1.732 ആണ്. അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. അപ്പോ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്ന് എഴുതുന്നതായിരിക്കും ഭംഗി. ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 3 പ്ലസ് ഇത് ആഡ് ചെയ്യാം. 1.414ഉം 1.732 കൂടി ആഡ് ചെയ്യാം. 4 + 2 6, 3 + 1 4, 7 + 4 11. 1 + 1 + 2 + 1 3. അപ്പൊ 3.146 ശരിയല്ലേ? 4 11 3. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ 3യുടെ കൂടെയാണ് 3 ആഡ് ചെയ്യേണ്ടത്. കാരണം യൂണിറ്റ് പ്ലേസ് ഒന്ന് ചെയ്തണം. അപ്പൊ 6.146 മീറ്റർ അപ്രോക്സിമേറ്റ്ലി. ഇത് കറക്റ്റ് ടു സെന്റിമീറ്റർ ആയിട്ട് എഴുതുമ്പോ എന്ത് കിട്ടും? 6.15 മീറ്റർ. 6.15 മീറ്റർ 6 meter 15 centimeter. So the perimeter of this triangle is 6 meter 15 centimeter. So 6.15 meter is the perimeter. അപ്പോ നമ്മൾ ചെയ്തേണ്ടത് മനസ്സിലായല്ലോ. തന്നിരുന്ന ട്രയാങ്കിളിനെ 2 റൈറ്റ് ട്രയാങ്കിൾ ആക്കി മാറ്റി. അപ്പൊ 30 60 90യും 45 45 90 ആംഗിൾസ് ഉള്ള ട്രയാങ്കിൾ കിട്ടി. ഒരു സൈഡ് അറിയാം, അതിൽ നിന്ന് മറ്റു സൈഡ്സ് കണ്ടുപിടിച്ചു. ഇവിടെ ഒരു സൈഡ് അറിയാം, മറ്റു 2 സൈഡ്സും കിട്ടി. എന്നിട്ട് 3 സൈഡും കൂടി ആഡ് ചെയ്തപ്പോ ഇറ്റ് ഈസ് ആൻ ഇറാഷണൽ നമ്പർ ആണ്. അതുകൊണ്ട് അപ്രോക്സിമേറ്റ് വാല്യൂ കൊടുത്താണ് നമ്മൾ ചെയ്തത്. ഇപ്പൊ ക്ലിയർ ആയോ പറഞ്ഞത്? അല്ല, √2 √3 നമുക്ക് ഡയറക്റ്റ് ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഇതൊന്നുകൂടി ചെയ്ത് പ്രാക്ടീസ് ആവുക. അടുത്ത ഒരു പ്രോബ്ലമായിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.